ഹലോ ഗൈസ്, ഒബ്സഷൻ എന്ന് പറഞ്ഞ പടം കണ്ടു. കിടിലം പടം. നല്ല കുറേ കാലത്തിന് ശേഷമാണ് ഒരു നല്ലൊരു ഹൊറർ പടം തിയേറ്ററിൽ വെച്ച് കാണാൻ പറ്റുന്നത്. എന്തായാലും അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് ഒബ്സഷൻ. ഈ പടം കുറച്ച് നാളായിട്ട് ന്യൂസിൽ ഉണ്ടായിരുന്നു. കാരണം $750,000 മാത്രമാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ്. എന്നിട്ട് അവർ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ $850 million ആണ് ഇതുവരെ ഈ പടത്തിൻ്റെ കളക്ഷൻ. കുറേ കാലമായിട്ട് ഇപ്പോൾ ഹൊറർ സിനിമയിൽ പറഞ്ഞാൽ എനിക്ക് ഞാൻ തിയേറ്ററിൽ കണ്ടതെല്ലാം പക്ഷേ എല്ലാം ഒരേ പാറ്റേൺ ആണ്. ഇപ്പോൾ കോൺജറിങ്ങിൻ്റെ സീരീസ് ആയാലും കുറേ ആയാലും കണ്ട് മടുത്തത്, വേറെ പുതുതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞെങ്കിൽ ഒരു വിയേർഡ് സ്റ്റഫ് തന്നെ പറയേണ്ടി വരും. ഒരു വിയേർഡായിട്ടുള്ള കുറച്ച് ഹൊറർ സിനിമ, പക്ഷേ അതൊരു ബാഡ് ടൈപ്പിലല്ല, പക്ഷെ അടിപൊളിയായിട്ട് സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ത്രില്ലിംഗ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനെ ഒരു ജംസ്കെയർ സീൻ ഉണ്ട്, പൊളി സംഭവം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്റർ ഇങ്ങനെ ഞെട്ടുന്നത്. ഭയങ്കര പേടിപ്പിക്കുന്ന സംഭവം ഒന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ ഒന്ന് ഞെട്ടും തിയേറ്റർ. നിങ്ങളൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ ഒന്ന് ഞെട്ടാനുള്ള സംഭവം ഈ പടത്തിലുണ്ട്. പക്ഷേ കുറേ ഈ പടം എയർ റേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറേ ഏകദേശം ഒരു 38 സെക്കൻഡ് അടുത്ത് ഇന്ത്യയിൽ പടത്തിൽ നിന്ന് കട്ടായിട്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ഉണ്ട്, വേണമെങ്കിൽ ആ കട്ട് ചെയ്ത സീനൊക്കെ പോയി കാണാം. മിക്കവാറും ഇതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് വരുന്നുണ്ട് ഈ കട്ട് ചെയ്ത സീനിൽ. കഴി ബാക്ക് എന്നാണ് പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ സിനിമയായത്. ഇനി മുന്നത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ സമയത്ത് കുറച്ച് ഫേമസ് ആയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ഒരു പുള്ളിക്കാരൻ $850 ആ പടം എടുത്തിട്ടുണ്ട്. മുന്നത്തെ അയാൾ ഫസ്റ്റ് സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിൽക്ക് ആൻഡ് സിറിയൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേര്, സീരീസിൻ്റെ ആ സിനിമേൻ്റെ പേര്. അത് പക്ഷേ അത് കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് പടം യൂട്യൂബിൽ റിലീസായി എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന് അത്യാവശ്യം ക്രിറ്റിക്കലി നല്ല റിവ്യൂ ഉണ്ടായ സാധനമാണ്. ഈ പുള്ളിക്കാരൻ്റെ അടുത്തൊരു സംഭവം അടുത്ത വർഷം നത്തിങ് ബട്ട് ഗോസ്റ്റ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞിട്ടുള്ള പടമായിട്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ കേട്ടു. അതിൽ നമ്മുടെ ബ്രേക്കിംഗ് ബാഡിലത്തെ ആരോൺ പോളാന്ന് സ്റ്റാറിംഗ് ഒന്നും ഒരു ന്യൂസ് കണ്ടിന്. അത് എത്രത്തോളം ജെന്യൂനാണെന്ന് അറിയില്ല. അതുപോലെ ഈ പടത്തിൻ്റെ മെയിൻ ഒരു സംഭവമുണ്ട്, വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞിട്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മിനി സീരീസും ആലോചനയിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ മെയിൻ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആവും ഒരു രക്ഷയില്ല. ഇതിലത്തെ മെയിൻ നടി ഫ്രിക്കി നിക്കി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അവളെ ശരിക്കും ഒരു നടീൻ്റെ ആക്ട്രസിൻ്റെ ശരിക്കും വലിയ പേര് ഇന്ത്യ നവരാട്ടി എന്നോ അങ്ങനെ എന്തോ സംഭവമാണ്. പക്ഷെ കിഡിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്മൈല് പാടില്ലേ, ആ പടത്തിലോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സീനിൽ ഏകദേശം അതേപോലത്തെ കുറച്ച് സീനിലും ഉണ്ട്. പൊളി, ഒരു രക്ഷയില്ലാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഈ പടത്തിൻ്റെ എഡിറ്ററും. പക്ഷെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെ ആൾക്കാരെ പെർഫോമൻസും എല്ലാം കിടിലും വേറെ ലെവൽ എടുത്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാസം മെയിൽ നമുക്ക് കുറച്ച് അടിപൊളി ഹൊറർ പടം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബാക്ക് റൂംസ്, പാസഞ്ചേഴ്സ് ഇപ്പം തിയേറ്ററിലുണ്ട്, ആയിരിക്കും പോയി കാണാം. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പടമാണ്. അതുപോലെ ബാക്ക് റൂംസും ക്രിറ്റിക്കലി നല്ല റിവ്യൂ ഉള്ള പടമാണ്. അപ്പം ഈ കമ്പാരിറ്റീവ് ബാക്കി മാസങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മെയ് മാസം നമുക്ക് കുറച്ചും കൂടി നല്ല ഹൊറർ സിനിമകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.